മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായാണ് മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ പ്രധാന ടൗണുകളായ കാക്കേങ്ങാട്, മുഴക്കുന്ന്, വിളക്കോട് എന്നീ ടൗണുകളിൽ ശുചീകരണ പ്രവൃത്തി നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മണിപ്പൂർ പഞ്ചായത്തിന്റെ 3 ടൗണുകളാണ് ഇന്ന് നമ്മൾ ശുചീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ ആളുകളെയും കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് അംഗൻവാടി പ്രവർത്തകർ ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു പരിപാടി നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ കാലാകാലങ്ങളായി എല്ലാ വർഷവും നമ്മൾ ഈ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തുകയാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മളിങ്ങനെ കുറേ ആളുകൾ ഇതിൻ്റെ ഭാഗമാക്കി വരികയാണ്. അപ്പോൾ നമ്മളെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിനോദാട്ടനും സെക്രട്ടറി എല്ലാം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഓരോ വ്യക്തിയിലേക്കും ആ ബോധോദയം എത്തുന്ന കാലം വരെ നമ്മൾ എന്തായാലും ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം. നമുക്കറിയാം, നമ്മൾ വേണ്ടാത്ത സാധനങ്ങൾ വലിച്ചെറിയാനുള്ള ഒരു ഇടായി നമ്മൾ പൊതു ഇടങ്ങളെ കാണുകയാണ്. പൊതു ഇടങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പ് ഉൾപ്പെടെ, ടൗൺ ഉൾപ്പെടെ, അതുപോലെ തന്നെ പൊതു കിണർ ഉൾപ്പെടുത്തി വിളക്കോട് കണ്ടിട്ടുള്ള വളരെ ഭീകരമായ അവസ്ഥയാണ് വിളക്കോട് ടൗണിനെ സംബന്ധിച്ച് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അവിടെയുള്ള വ്യാപാരി സുഹൃത്തുക്കൾ പോലും ഇതിനെ സഹകരിക്കാത്ത രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വ്യാപാരി സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അവരുടെ ഇടയിലുണ്ടാകുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെ റോഡ് സൈഡിലേക്ക് ഡംപ് ചെയ്തുകൊണ്ട് ഇതെല്ലാം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല കൊതുകും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് വിവിധ തരത്തിലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ഓരോ ആളുകളും അടിമപ്പെടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട്. ഇപ്പോൾ മഴ വരുന്നതുകൊണ്ട് നമുക്കറിയാം, ഇപ്പോൾ എല്ലായിടങ്ങളിലും പനി, ഡെങ്കിപ്പനി ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നടത്തുമ്പോൾ ഈ ഒരു ഉത്തരവാദിത്തം എൻ്റേത് കൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഇറങ്ങിയാൽ മാത്രമേ നമുക്കിത് വിജയകരമായി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. വൈസ് പ്രസിഡന്റ് വി വിനോദ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സി കെ ചന്ദ്രൻ, കെ വി ബിന്ദു, എ വനജ, പഞ്ചായത്ത് അംഗങ്ങളായ കെ മോഹനൻ, സി ബി ജോസഫ്, കെ വി റഷീദ്, ധന്യ രാഗേഷ്, ടി വി സിനി, ബി മിനി, എ സി അനീഷ്, പഞ്ചായത്ത് സെക്രട്ടറി ബിജു, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോഷി, യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ പ്രതിനിധി സിനോജ് മാക്സ്, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ, വ്യാപാരികൾ, ചുമട്ടുതൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ തുടങ്ങിയവർ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.